അരിച്ച വിടുന്ന സാധനം നേരെ പോകണം, ഇല്ല പിന്നെ വിടാൻ നിൽക്കരുത്. ചെക്കൻ്റെ പെണ്ണുകൾ കഴിഞ്ഞ് നമ്മൾ നേരെ തൃശ്ശൂർക്ക് വണ്ടി കയറി. അവിടെ പോയിട്ട് നിയാസിൻ്റെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ കോഴിക്കോടേക്ക് വിട്ടു. അങ്ങനെ ഞാനും ബഹുമാനപ്പെട്ട നിയാസും രജീഷും ഒക്കെ കൂടി ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് വണ്ടി വെച്ച് പിടിച്ചു. വട്ട വണ്ടി കോഴിക്കോടേക്ക്. അങ്ങനെ നമ്മൾ മണ്ഡപത്തിലെത്തിയപ്പോൾ നമ്മുടെ ഫുൾ ടീം ഉണ്ട് അവിടെ. പിന്നെ ഫോട്ടോ എടുപ്പ്, റീൽസ് എടുപ്പ്, പട്ടി ഷോ, ജഗപക, വൈബന്നെ. എന്താണ് എന്താണ് ആരാണ്? ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ് സിനോരി, അവളുടെ ചെക്കൻ ആദർശം. സിനോരി എൻ്റെ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഞാൻ, നിയാസ്, രമ്യ, അനു, ഇജാസ്, സിനോരി, വൈശാട്ടൻ, നമ്മളെല്ലാവരും കൂടുന്ന വളരെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഇവനാണ് ഇജാസ്. ഇവനെ പറ്റി വളരെ സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ, ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ നരിക്കുനി പ്രദേശം ഭരിക്കേണ്ടിയെന്ന് അവൻ്റെ വാപ്പയാണെന്ന് അവൻ പറയുന്നത്. അറിയാലോ, അത്തരത്തിലൊരു മാസ് കുടുംബമാണ്. വൈശാട്ടൻ ശരിക്കും ഒരു ബാഡ് ബോയ് ആണ്. കണ്ടില്ലേ ചേഷ്ടകൾ. അനുകൃഷ്ണൻ്റെ പരാതി ഇതോടുകൂടി തീർക്കണം. ആകെ 6000-7000 പേര് കാണുന്ന എൻ്റെ വ്ളോഗിൽ ഞാൻ ഈ ക്യൂട്ട്നെസ് എങ്ങനെ ഇടും? എന്ത് വിചാരിക്കും അവരെന്നെ പറ്റി? കോഴിക്കോട് എന്നാൽ ബീച്ചിൽ പോകണല്ലോ. ബീച്ചിലെത്തിയപ്പോൾ ഇജാസ് വൈശാട്ടനോട് ടാസ്ക് കൊടുത്തു. അവനെയും തൂക്കിയിട്ട് ഐശ്വര്യത്തി കിട്ടുന്നവരെ കട വരെ പോയി കഴിഞ്ഞാൽ ഐശ്വര്യത്തി ഫ്രീ ആയിട്ട് എല്ലാവർക്കും വാങ്ങി തരാമെന്ന്. നേരത്തെ കണ്ടത് അനുകൃഷ്ണൊക്കെ, ഇത് കൊളത്തറന്നു. ഇവിടെ പിന്നെ ഫുഡ് കാട്ടുവഴി എന്ത് ചങ്കരാന്തി. വയറിറച്ച് പ്രായമുണ്ടെങ്കിലും നിയാസിന് കുട്ടികളുടെ മനസ്സാ. കണ്ടില്ലേ, പുറമേക്ക് ഫുള്ള് മാസമാണെങ്കിലും അവനും കുട്ടികളുടെ മനസ്സാന്ന് ഇജാസ് പറയുന്നത്. എന്താ ചെയ്യാലേ മുതുക്കന്മാരെ കൊണ്ട്. അയ്യോ ഇത് ഞാനല്ലേ, ഇടയ്ക്ക് ഞാനും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്